ഷാപ്പുകളായി മദ്യം സർവത്ര. മറക്കരുതേ, മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദാരിദ്ര്യമുള്ളിടത്തെ കമ്മ്യൂണിസമുള്ളൂ. അത് ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സത്യമാണ്. കേരളത്തിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നതിൽ ബാറുകൾക്കും ബിവറേജുകൾക്കും കള്ളുഷാപ്പുകൾക്കും വലിയ പങ്കുണ്ട്. ഇനി പബ്ബും കൂടി വരട്ടെ, അതിൻ്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഓരോ വിധി, അല്ലാതെന്തു പറയാൻ. IT പാർക്കുകളിൽ ബാറും പബ്ബും ആരംഭിക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. 10 വർഷം പ്രവൃത്തി പരിചയമുള്ള IT സ്ഥാപനങ്ങൾക്ക് പബ് ലൈസൻസ് നൽകാനാണ് പുതിയ തീരുമാനം. നിശ്ചിത വാർഷിക വിറ്റുവരവുള്ള IT കമ്പനികളായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. പബ്ബുകൾ IT പാർക്കിനുള്ളിലാകും. ഇവിടേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമുണ്ടാകില്ല. സംസ്ഥാനത്താകെ 1.5 ലക്ഷം IT ജീവനക്കാരാണുള്ളത്. ഇത്രയധികം പേർ ജോലി ചെയ്യുന്നുണ്ടിരിക്കെ ഇവർക്ക് വിശ്രമ സമയങ്ങളും ഇടവേളകളും ചെലവഴിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കുന്നത് കൂടുതൽ ടെക്കികളെ കേരളത്തിലെ IT പാർക്കുകളിലേക്ക് ആകർഷിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. ബെവറേജസ് കോർപ്പറേഷന് 100-ലേറെ പുതിയ ഔട്ട്ലെറ്റുകൾ വരുന്നു. ജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയ ബാറുകളും കള്ളുഷാപ്പുകളും മാത്രമേ ഇനി പുതുതായി തുടങ്ങൂ. ഇതാണ് ഈ സർക്കാരിന്റെ വാഗ്ദാനം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മദ്യപ്പുഴ ഒഴുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി മദ്യവർജനത്തിലൂടെ കുറച്ചുകൊണ്ടുവന്ന് ഇല്ലാതാക്കുക എന്നതാണ് ഇടത് പ്രകടന പത്രികയിലെ നയപ്രഖ്യാപനം. സർക്കാരിന്റെ പുതിയ മദ്യനയം മദ്യവർജനത്തിന് അപ്പുറം പ്രോത്സാഹിപ്പിക്കലിന് വഴിവെക്കുന്നതാണ് സത്യം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് നൽകിയിരുന്ന UDFന്റെ മദ്യനയം തിരുത്തിയ LDF സർക്കാർ 3 സ്റ്റാർ പദവിയിലുള്ള സ്ഥാപനങ്ങൾക്ക് ബാർ അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് ബാറുകളുടെ എണ്ണം കുത്തനെ വീണ്ടും ഉയർന്നത്. UDF ഭരണകാലഘട്ടത്തോട് തുലനം ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്നതിന്റെ 10 ഇരട്ടിയോളം എണ്ണമായി ബാറുകൾ ഇന്ന് കേരളത്തിൽ. ഇപ്പോൾ IT പാർക്കുകളിലും ബാറിനും പബ്ബിനും അനുമതിയും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യുവതലമുറയെ മയക്കിക്കെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. നാട്ടിൽ നടക്കുന്നത് എന്തെന്നറിയാത്ത, പകൽ പണിയെടുത്ത് രാത്രിയിൽ വെള്ളമടിച്ച് കിടന്നുറങ്ങുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണം. ഒരു ജനത്തെ മുഴുവൻ വലയ്ക്കുന്ന പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന സർക്കാരിന്റെ പുതിയ മദ്യനയങ്ങൾക്കെതിരെ ജനങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണം. മദ്യവ്യാപനത്തിനെതിരെ എന്നും പോരാട്ടം നയിച്ചിട്ടുള്ള സഭയും സഭാ സംവിധാനങ്ങളും കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ കീഴിലുള്ള മദ്യവിരുദ്ധ സമിതികളൊക്കെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ വിഷയം കണ്ടില്ലെന്ന് നടിക്കരുത്. കേരളം മദ്യപന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും തീവ്രവാദികളും നിറഞ്ഞാടുന്ന ഒരു ഭ്രാന്താലയമായി മാറുന്നതുവരെ ഇനിയും അവർ ഉറക്കം നടിക്കരുത്. വലിയ സമർപ്പണത്തോടെ ഗവൺമെന്റിന്റെ ഈ പുതിയ മദ്യനയത്തിനെതിരെ പ്രതിഷേധിക്കാൻ വിശ്വാസികളും KCBC അടക്കമുള്ള സഭാ സംവിധാനങ്ങളും